ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കം കൂടുതൽ വ്യക്തമാകുകയാണ്. ദ്വാരപാലക പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി അറിയാമായിരുന്നിട്ടും ചെമ്പ് പാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയത് ഉദ്യോഗസ്ഥരെന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാമെന്ന ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകിയതും ഇതേ സുധീഷാണ്. പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അവസരമൊരുക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, ഞെട്ടിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ്. ഇനിയും ഉന്നതർ കുടുങ്ങാനുണ്ട്. അപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ സ്വർണ്ണ കവർച്ചയിൽ ഈ സുധീഷിനുള്ള പങ്ക് അത് എന്താണ്? അശ്വതി, അതായത് ഇന്നിപ്പോൾ അറസ്റ്റിലായതിനു ശേഷം സുധീഷ് കുമാറിനെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ അവിടെ നടന്നിട്ടുള്ള ആ ഒരു ഗൂഢാലോചനയിൽ 2019 നടന്നിട്ടുള്ള ഗൂഢാലോചനയിൽ കൃത്യമായിട്ട് സുധീഷ് കുമാറിന് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ദേവസ്വം ബോർഡിൻ്റെ അധികൃതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ അന്വേഷണ സംഘം സ്വീകരിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന ചില പരാമർശങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതായത് ഈ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന ഒരു പരാമർശം ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട്. അതാണ് നമുക്ക് ഈ സംശയമുനയിൽ നിർത്തുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഈ ക്രമക്കേടുകളൊക്കെ നടത്തിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ SIT നടത്തുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറെ പ്രസക്തമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു സംശയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ സുധീഷ് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയായിരുന്നു. മാത്രമല്ല അവിടെ നിന്നും ആ പാളി അത് സ്വർണം പൊതിഞ്ഞ പാളിയാണ് എന്ന് അറിയാമായിരുന്നിട്ടും അതിനെ ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തത് സുധീഷ് കുമാറാണ്. ഒപ്പം ഈ ദേവസ്വം മഹസറിലടക്കം ക്രമക്കേടുകൾ നടത്തിയതിൽ സുധീഷ് കുമാറിനാണ് പ്രധാന പങ്കുള്ളത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാളികൾ നവീകരണത്തിനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ശുപാർശ കത്ത്, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ശുപാർശ കത്ത് നൽകി ഈ സുധീഷ് കുമാർ എന്നുള്ള കാര്യവും ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഇതിൽ പൂർണ്ണമായിട്ടും ഈ സുധീഷ് കുമാറും അതോടൊപ്പം തന്നെ മുരാരി ബാബു അടക്കമുള്ള ആളുകളാണ് ക്രമക്കേടുകൾ നടത്തിയതെന്നും ദേവസ്വം ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവരിതൊക്കെ നടത്തിയതെന്നുമാണ് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണ് SIT ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇവരെ ഈ ദേവസ്വം ബോർഡ് അധികൃതരെ സംരക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണോ ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും അടക്കം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് പ്രതികളിലേക്ക് എത്താതെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാതെ അവിടെ യാതൊരു ക്രമക്കേടും നടക്കുകയില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അതായത് പൊതുസമൂഹത്തിന് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഈ SITക്ക് മാത്രം അത് എന്തുകൊണ്ട് ബോധ്യമാകുന്നില്ല? അവരെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാതെ ഈ ചെറിയ പ്രതികളിലേക്ക്, അല്ലെങ്കിൽ അവരെ അതിന് താഴേക്കിടയിലുള്ള പ്രതികളിലേക്ക് കൂടി അന്വേഷണം അവരിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പോകുന്നത് എന്തിനാണ് എന്നുള്ള തരത്തിലുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും സുധീഷ് കുമാറിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ തന്നെയാണ്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾക്കെതിരായിട്ട് സുധീഷ് കുമാറിനെതിരായിട്ടുള്ള മൊഴികൾ അവർ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് ബാക്കി തുടർ നടപടികൾ സ്വീകരിച്ചതെന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സുധീഷ് കുമാറിനെ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ഇന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അന്വേഷണ സംഘം. അയാളെ അതുകൊണ്ട് തന്നെ റിമാൻഡിലേക്ക് കൊണ്ടുവരികയാണ്. തിരുവനന്തപുരം സബ് ജയിലിലേക്കാണ് സുധീഷ് കുമാറിനെ മാറ്റിയിരിക്കുന്നത്. പോറ്റിയും മുരാരി ബാബുവും ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ തന്നെ തുടരുകയാണ്. എന്തായാലും തിങ്കളാഴ്ച വീണ്ടും സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകുമെന്നും അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച പോറ്റിയെയും വീണ്ടും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. ഈ കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിലാണ്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോറ്റിയെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടപടികളടക്കം ഉണ്ടാകും. ഇനി ശേഷിക്കുന്ന പരിമിതമായിട്ടുള്ള ദിവസങ്ങൾക്കുള്ളിൽ മറ്റു പ്രതികളിലേക്ക്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് അധികാരികൾ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളിലേക്ക് അന്വേഷണം ഏത് വിധത്തിൽ നീളുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. അശ്വതി. യെസ് ഗോകുൽ.